മക്കളുടെ നന്മ മാത്രമായിരുന്നു അയാൾക്ക് മുന്നിലുണ്ടായിരുന്നത്. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം, പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കണം. അതിനെ നാട്ടിലുള്ള കൂലിവേലകൾ ചെയ്ത് നടന്നാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ അയാളും മറ്റുള്ളവരെ പോലെ ഒരു പ്രവാസിയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അയാൾ എങ്ങനെയൊക്കെയോ ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് യാത്ര തിരിച്ചത്. വർഷങ്ങൾ 10-30 കടന്നുപോയിരിക്കുന്നു. അയാളുടെ ഒരു പ്രയാസങ്ങളും കുടുംബത്തെ ഇന്നുവരെ അറിയിച്ചിട്ടില്ല. ജീവിതത്തിൽ അയാൾ നല്ലൊരു ഭക്ഷണം കഴിച്ചതായിട്ട് പോലും ഓർക്കുന്നില്ല. ലീവിന് നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് 2 പാൻറ്റും ഷർട്ടും എടുക്കുന്നത്. അതുതന്നെ ഏറ്റവും വില കുറഞ്ഞത്. ഓരോ ഫിൽസ് ചിലവാക്കുമ്പോഴും മക്കളുടെ പഠനത്തിനുള്ള ഫീസിന്റെ കാര്യം ഓർമ്മ വരും. ടിക്കക്കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ, ടിക്കയുടെ മണമടിക്കുമ്പോൾ കഴിക്കണമെന്ന് കൊതി തോന്നും. ഞാനൊരു ടിക്ക തിന്നാൽ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള പണത്തിന് കുറവ് വരുമല്ലോ എന്ന് കരുതി ടിക്കക്കടയിലേക്ക് ആഞ്ഞ കാലം അയാൾ പുറകോട്ട് വലിച്ചു തിരിഞ്ഞു നടക്കും. ഭാര്യയുടെ കത്തിലാണെങ്കിൽ വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര ആവശ്യങ്ങൾ. 2 കല്യാണം, 1-2 വീട് കയറിക്കൂടൽ, പെങ്ങളുടെ മകളുടെ 40, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെയോ അമ്പല കമ്മിറ്റിക്കാർ വന്നിരിക്കുന്നു, അമ്പലം പൊളിച്ചു പണിയാൻ പോവുകയാണ്. കത്തെഴുതുമ്പോൾ പറയണം, നന്നായിട്ട് വല്ലതും അയച്ചു തരാൻ വേണ്ടി. അവൾ ആവശ്യങ്ങൾ നിർത്തുന്ന ലക്ഷണമില്ല. ഇപ്പോൾ അവളുടെ സ്വന്തമായ ആവശ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ മാസം മക്കൾക്ക് ഡ്രസ്സും ഫീസും വേണം. ഈ ആവശ്യങ്ങൾക്കിടയിൽ അയാൾക്ക് സ്വന്തം സുഖങ്ങൾക്ക് എവിടെ സമയം? ഒരു കറിയുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസങ്ങൾ കഴിച്ച് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടാക്കിയെങ്കിലും കൊതി തീരും വരെ അതിൽ അന്തിയുറങ്ങാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഭാര്യയോട് പല പ്രാവശ്യം പറഞ്ഞതാ, മതി, ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് സുഖമായി ഒന്നിച്ച് ജീവിക്കാം. പക്ഷേ അപ്പോഴൊന്നും അവൾ സമ്മതിച്ചില്ല. നാട്ടിൽ വന്നാൽ എന്താ ചെയ്യുക? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഭാര്യയുമായി ജീവിച്ചതോ 30 വർഷത്തിനിടയിൽ കൂടിയാൽ 45 മാസം മാത്രം. മക്കൾക്കെല്ലാം നല്ലൊരു ജീവിതമുണ്ടായിരിക്കുന്നു. പെൺമക്കളെല്ലാം വിവാഹം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ കൂടെ സുഖമായി ജീവിക്കുന്നു. 30 വർഷങ്ങൾക്കു ശേഷം അയാളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞെട്ടിപ്പോയി. സ്വന്തം ജീവിതം മറന്നു വെട്ടി, ജീവിതം കളഞ്ഞിട്ട് സമ്പാദിച്ചതിന് എന്തു വില? ആർക്കൊക്കെയോ വേണ്ടി ജീവിതം പാഴാക്കി. വയ്യാതായിരിക്കുന്നു, പ്രായമായി, ഭാര്യയാണെങ്കിൽ രോഗിയുമായിരിക്കുന്നു. മതി, നിർത്തിപ്പോകാം. പക്ഷെ എങ്ങനെ പോകും? നാട്ടിൽ ചെന്നാൽ ജീവിക്കാൻ സമ്പാദ്യമൊന്നുമില്ലല്ലോ. ഉണ്ടാക്കിയൊരു വീടാണെങ്കിൽ മകന്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. മകൻ നോക്കാതിരിക്കില്ല. അവനെ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുള്ളതാണല്ലോ. എന്തു തന്നെ വന്നാലും വേണ്ടില്ല, നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നാട്ടിലെത്തിയ അയാൾക്ക് ആദ്യമൊക്കെ നല്ല സ്വീകരണമായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ അയാളൊരു അധികപ്പറ്റാകാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനും കുറ്റങ്ങൾ കണ്ടെത്തി. അമ്മയും മക്കളെ പേടിച്ചിട്ടോ എന്തോ മക്കളെപ്പോലെ അവളും എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും അയാൾ ഒരു രോഗിയായി കഴിഞ്ഞിരുന്നു. കണ്ണാണെങ്കിൽ ഒട്ടും തന്നെ കാണാതായിരിക്കുന്നു. ചെവി ഒട്ടും കേൾക്കുന്നുമില്ല. അയാൾ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. ഉമ്മറത്ത് വന്നിരിക്കുന്നതൊന്നും മകനും അവൻ്റെ ഭാര്യയ്ക്കും പിടിക്കാതായി. ഒരു ദിവസം മകൻ ഉമ്മറത്തിരിക്കുമ്പോൾ അയാളും അവിടേക്ക് കടന്നു ചെന്നു. കാണാതായിക്കൊണ്ടിരിക്കുന്ന കണ്ണിൻ്റെ ചെറിയൊരു വെളിച്ചത്തിൽ
എന്തോ വെളിയിൽ മാറുന്നതായി അയാൾ കണ്ടു. അതെന്താ മോനെ ആയിരിക്കുന്നത്? കാക്കയാണച്ചാ. കേൾവി കുറഞ്ഞ് കേൾക്കാൻ കഴിയാതായിരുന്ന അച്ഛൻ വീണ്ടും ചോദിച്ചു. മകൻ പറഞ്ഞു, അതൊരു കാക്കയാണച്ചാ. വീണ്ടും അച്ഛൻ്റെ ചോദ്യം. മകന് ദേഷ്യം വന്നു. അച്ഛൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം കേട്ട മകൻ, അച്ഛനൊന്നും അകത്ത് കയറി പോകുന്നുണ്ടോ? ചെവിക്ക് സ്വൈരം തരുന്നില്ലല്ലോ. മകനിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാതിരുന്ന അയാൾ ഞെട്ടിപ്പോയി. എൻ്റെ 30 വർഷത്തെ ജീവിതം കളഞ്ഞത് ഈ മകന് വേണ്ടിയായിരുന്നല്ലോ ദൈവമേ. അയാൾ വളരെ പ്രയാസത്തോടെ അകത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ മകനോടായി പറഞ്ഞു, മകനെ, നീ കുഞ്ഞായിരുന്നപ്പോൾ ഈ അച്ഛൻ നിന്നോട് ചോദിച്ച അതേ ചോദ്യം ഓരോ ദിവസത്തിലും നീ എത്ര പ്രാവശ്യം എന്നോട് ചോദിക്കുമായിരുന്നെന്നോ? അന്നൊന്നും മോനെ ഈ അച്ഛൻ ഒരിക്കൽ പോലും നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. നിന്റെ ഓരോ ചോദ്യത്തിനും ഞാൻ നിനക്ക് ഉത്തരം തരുമായിരുന്നു എന്ന് പറഞ്ഞ് വിതുമ്പിക്കൊണ്ട് ആ അച്ഛൻ വിങ്ങുന്ന ഹൃദയവുമായി അകത്തേക്ക് നടന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടത് PP ഇബ്രാഹിം എഴുതിയ ഒരു പ്രവാസിയുടെ നഷ്ടം. അവതരണം അഹമ്മദ് സൈഫുദ്ദീൻ.